ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ പേരും പറഞ്ഞ് അവളെ വിളിച്ചു വരുത്താൻ ശ്രമിക്കണ്ട യശോദേ. അമ്മേ, വൈരാഗ്യമൊക്കെ അവിടെ മാറ്റിവെക്ക്. ഇപ്പോ ദേവേട്ടന്റെ ജീവനല്ലേ പ്രധാനം. അവൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ, അതിന്റെ പേരില് ദേവൻ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാ, നീ സമാധാനം പറയൂ. ഓർമ്മയാണല്ലോ വീണ്ടും തരുന്നത്. എനിക്ക് ഓടി ഒളിക്കാൻ പറ്റില്ലെന്നാണോ അതിന്റെ അർത്ഥം? എനിക്കത് തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം? എനിക്കൊരു ഉത്തരം താ. എന്താ ഇവിടെ? അത് ഈ പൈപ്പ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് നോക്കിയതാ. അതൊക്കെ രാവിലെ മതി. ഇവിടെ സന്യാസിമാരുടെ താമസ സ്ഥലമാ. വൈകുന്നേരം കഴിഞ്ഞ ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. അയ്യോ, എനിക്കറിയില്ലായിരുന്നു. ഇനി ആവർത്തിക്കില്ല. എന്നാ വരട്ടെ. ആ പ്ലംബറാ. പൈപ്പിന് ലീക്ക് ഉണ്ടോന്ന് നോക്കാൻ ഇറങ്ങിയതാ അത്ര. വന്നതല്ലേ ഉള്ളൂ. 1-2 ദിവസം കാണും ഈ ഉത്സാഹമൊക്കെ. രാധികയുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇല്ല, സ്വാമിനി വരുന്നത് കണ്ടപ്പോ. എങ്കിൽ പ്രാർത്ഥന തുടങ്ങിക്കോളൂ. ഞാൻ കുട്ടികളുടെ അടുത്തേക്കാ.
വരുമ്പോ കണ്ടോട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. കൂടുതൽ നേരം നിക്കല്ലേട്ടോ. ദേവേട്ട, ദേവേട്ട, ഓനെ ദേവാ, ദേവാ. ദേവേട്ട, വേണ്ട, വിളിച്ചുണർത്താൻ ശ്രമിക്കണ്ട. ഉണരണമെങ്കിൽ തന്നെ പേഷ്യന്റ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം. അത് പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. സിസ്റ്റർ, ദേവേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്, ഞങ്ങളുടെ മോള്. അവളെ കാണാത്ത വിഷമത്തില ഈ കിടപ്പ്. അവള് വന്നാ എന്തേലും മാറ്റം ഉണ്ടാവോ? ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഡോക്ടറെ അടുത്ത് തന്നെ ചോദിക്കണം. എന്റെ എക്സ്പീരിയൻസിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ ഇറങ്ങിക്കോട്ടെ. ശരി. യശോദേ, നീ ആരെയാടി വിളിക്കുന്നേ? രാധിക മോളെ. അവള് വന്ന് വിളിച്ച ദേവേട്ടൻ കണ്ണു തുറക്കും. അവനെ പ്രസവിച്ച് ഞാൻ വിളിച്ചു. ഇത്രയും കാലം കൂടെ ജീവിച്ച നീ വിളിച്ചു. എന്നിട്ട് അവൻ ഉണർന്നില്ല. അവള് വന്നാലും ദേവന്റെ നിലയിൽ ഒരു മാറ്റവും വരില്ല. ആ പേരും പറഞ്ഞ് അവളെ വിളിച്ചു വരുത്താൻ ശ്രമിക്കണ്ട യശോദേ. അമ്മേ, വൈരാഗ്യമൊക്കെ അവിടെ മാറ്റിവെക്ക്. ഇപ്പോ ദേവേട്ടന്റെ ജീവനല്ലേ പ്രധാനം. അവൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ, അതിന്റെ പേരില് ദേവൻ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാ, നീ സമാധാനം പറയൂ. പറ. മാത്രമല്ല, രാധികയെ നീ ഇവിടെ വിളിച്ചു വരുത്തിയെന്നറിഞ്ഞ ആ നിമിഷം പ്രിയങ്ക ആത്മഹത്യ ചെയ്യും. അത് കാണണോ നിനക്ക്? 10 മാസം ചുമന്ന് പ്രസവിച്ച സ്വന്തം മോളെ കൊന്നിട്ട് വേണോ നിനക്ക് ആ അനാഥ പെണ്ണിനെ സ്നേഹിക്കാൻ? അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ യശോദേ? അത് മതി. ഈശ്വര, ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ.